ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നത് ആസ്തറ്റിക് ആയിട്ടുള്ള ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനേഴ്സ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു പുതിയൊരു ബുക്ക് എടുക്കും. ഇയർലി പ്ലാനേഴ്സ് ഞാൻ ട്രൈ ചെയ്യും. അതുപോലെ തന്നെ മന്ത്ലി ആയിട്ടുള്ള അങ്ങനത്തെ പ്ലാനേഴ്സ് ട്രൈ ചെയ്യും. വീക്ക്ലി പ്ലാനേഴ്സ്, ഡെയിലി പ്ലാനേഴ്സ് എല്ലാം ട്രൈ ചെയ്യും. പക്ഷേ എത്രത്തോളം ഈ പ്ലാനേഴ്സ് കാണാൻ പ്ലീസിങ് ആയിക്കൊണ്ടിരുന്നു, അത്രത്തോളം ഞാനിത് യൂസ് ചെയ്യുന്നതും കുറവായി. അതാണ് ഇതിലുണ്ടായത്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെസ്സി ആയിട്ടുള്ള പ്ലാനേഴ്സ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതും അങ്ങനെയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി പ്ലാനേഴ്സ്. ഡെയിലി പ്ലാനേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ മന്ത്ലി പ്ലാനേഴ്സിൽ മുന്നേക്ക് വന്നിട്ട് എല്ലാം തിരിഞ്ഞു നോക്കുകയെ ഇയർലി പ്ലാനേഴ്സിലാണെങ്കിലും ആ ഒരു എഫേർട്ട് ഇടാൻ പലപ്പോഴും എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല ആസ് എ ബിഗിനർ. അങ്ങനെ ട്രൈ ആൻഡ് എറർ എന്നുള്ള മെത്തേഡിൽ കൂടെ തന്നെ പിന്നീട് ഡെയിലി പ്ലാനേഴ്സിലേക്ക് മാറി. അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അതായത് നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യം മാത്രം ആ ഒരു പേജിൽ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. ജസ്റ്റ് സിംപ്ലി മറന്നു. കാരണം നമ്മൾ ലൈഫാണ്, ബിസി ആവും. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഈ കാര്യമായിരിക്കില്ല ഓർക്കുണ്ടാവുക. നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ ഒരു സംഭവം സിംപ്ലി അങ്ങോട്ട് മറന്നു പോകും. ആസ് എ ബിഗിനർ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫംഗ്ഷനാണ്. അതായത് ജസ്റ്റ് കുറേ കളേഴ്സൊക്കെ വെച്ച് ആസ്തറ്റിക് ഒക്കെ ആക്കി എൻ്റെ മന്ത്ലി പ്ലാനേഴ്സൊക്കെ ഭയങ്കരമായിട്ട് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര കളർഫുള്ളായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇത് ആദ്യം ഉണ്ടാക്കാനുള്ള എഫേർട്ട് ഞാനിടും. അത് അപ്പോൾ ഭയങ്കര മോട്ടിവേഷനൊക്കെ വന്ന് ആ ഒരു ടൈമിലായിരിക്കും. ഇത് കഴിഞ്ഞ് ഈ ഒരു തുടങ്ങുന്ന ടൈമിൽ ആരുടെയൊക്കെയോ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണോ വേണ്ടത് അതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പലതും എഴുതിയിട്ടുണ്ടാവുക. അത് അങ്ങനെയുമുണ്ട്. അങ്ങനൊരു പാർട്ടും കൂടി ഉണ്ട്. നോട്ട് ജസ്റ്റ് ഈ പ്ലാനേഴ്സ് വീക്ക്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒന്നും പ്രശ്നമാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല ഇതിൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളത് ട്രൈ ആൻഡ് എററിൽ കൂടെ കണ്ടുപിടിക്കണം. ആൻഡ് ഈവൻ ഏത് കൈൻഡ് ഓഫ് പ്ലാനേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കതെങ്ങനെ വേണം എന്നുള്ളതാണ്. അല്ലാണ്ട് ബാക്കിയുള്ള ഒരാൾക്ക് ഈ ഒരു ഡെയിലി ഹാബിറ്റ് ട്രാക്കർ ഇങ്ങനത്തെ ഒരു സംഭവം വർക്കായി സോ ദാറ്റ് നമുക്കത് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മളത് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ആൻഡ് യു വിൽ ഫൈൻഡ് ആ ഒരു കറക്റ്റ് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അതിലൂടെ തന്നെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. എനിക്ക് വർക്കായത് അവിടെ ഡെയിലി പ്ലാനേഴ്സ് ആയതുകൊണ്ട്. ഈവൻ വീക്ക്ലി പ്ലാനേഴ്സും എനിക്ക് കുറച്ചൊക്കെ വർക്കായിരുന്നു. പക്ഷേ വെൻ വി കമ്പയർ എന്ന് വെച്ചാൽ ഒരു ഡെഡ് ലൈൻ വരുന്ന ടാസ്ക്സ് ഉണ്ടായിരുന്നു. ആ ഒരു ടാസ്കിന് ഡെയിലി പ്ലാനർ മാത്രമായാൽ പറ്റില്ല. സോ ഞാൻ ഡെയിലി പ്ലാനർ എന്ന് പറയുമ്പോഴും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനർ എന്ന് പറയുന്നത് ജസ്റ്റ് ഡെയിലി പ്ലാനർ അല്ല. അങ്ങനെ ആയാലും പറ്റില്ല. കാരണം നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, വീക്കിലി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, മന്ത്ലി നമുക്ക് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പക്ക ഒരു ഡേ ആയിട്ട് ഡെഡ് ലൈൻസ് ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് പ്ലാനറിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഭവമല്ല. ഈ പ്ലാനേഴ്സിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് നമ്മൾ എത്രത്തോളം ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ജസ്റ്റ് പ്ലാനിങ് മാത്രം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയാണ് ആസ് എ ബിഗിനർ നമ്മൾ അതിനു വേണ്ടി മാത്രം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ടൈം ഇവിടെ പോയി പോകുന്നത്. അതിനർത്ഥം ഈ പറയുന്ന പ്ലാനേഴ്സ് ബ്യൂട്ടിഫുൾ ആക്കണ്ട എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒരു ബിഗിനർ ആയിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ ഒരു സംഭവം നടക്കുന്ന കാര്യത്തിനാണ്. അതായത് ഫംഗ്ഷൻ, അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. സോ നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ പ്ലാനർ ദാറ്റ് ഐ എം യൂസിങ് റൈറ്റ് നൗ. ഇതാണ് ആ ഒരു പ്ലാനർ. ജസ്റ്റ് റിയലി മെസ്സി. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അതായത് എക്സിക്യൂഷൻ നടന്നിട്ടുള്ളതും ഈ പ്ലാനറിൽ നിന്നാണ്. വെൻ വി കമ്പയർ ബാക്കിയുള്ള ഇയർലി പ്ലാനേഴ്സ് ആൻഡ് കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലാനേഴ്സ്. ഇന്ന് ഈ സ്റ്റിക്കേഴ്സിൻ്റെ പ്രശ്നമല്ല പറയുന്നത്, അത് മനസ്സിലാക്കണം. ഒരു ബിഗിനറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിന് സമയം കൊടുക്കുമ്പോൾ ഈ ഒരു എക്സിക്യൂഷനുള്ള ടൈം അവിടെ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ദർ ഇസ് എ തിങ് കോൾഡ് ഡിസിഷൻ ഫാറ്റിക്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ എല്ലാ ദിവസവും ഇടുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് സെയിം കൈൻഡ് ഓഫ് ആയിരിക്കും. കൈൻഡ് ഓഫ് എന്നുള്ളതല്ല, ഒരു സെയിം കളർ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിസിഷൻ എടുക്കണ്ടല്ലോ. നമുക്ക് ഏത് ഡ്രസ്സ് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡിസിഷൻസ് കുറയ്ക്കുമ്പോൾ ദാറ്റ് നമ്മൾ കൂടുതൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും എടുക്കുന്ന ഡിസിഷൻ പോലും നമ്മൾ മറ്റൊരു വലിയ കാര്യത്തിന് സേവ് ചെയ്ത് വെക്കില്ലേ. ആ ഒരു സംഭവമാണ് ഇവിടെയും വർക്കാവുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം എഴുതി അപ്പം തന്നെ ആക്ഷൻ എടുത്ത് അങ്ങനെ മാത്രം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നിങ്ങൾ എത്തരുത്. ഇതിപ്പോൾ ജസ്റ്റ്
ഇന്നത്തെ പ്ലാനർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ടാസ്ക് എന്താണോ അത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് മോർണിംഗ് തന്നെ ഒരു ബ്രെയിൻ ഡം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബ്രെയിൻ ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗിനെ എണീക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലുണ്ടാവും. ആ സംഭവം മൊത്തം എഴുതും. അതിനുശേഷം നമുക്ക് പിന്നെയും ഓരോന്ന് വേറെ വേറെ ഓരോ കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഓർമ്മ വരും. അപ്പോൾ അതൊക്കെ പാടൊന്ന് എഴുതും. സോ നമ്മളതൊക്കെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ മൊത്തം ഒരു തരത്തിലുള്ള ഓർഗനൈസ്ഡും അല്ലാത്ത രീതിക്കായിരിക്കും ഇവിടെ നിൽക്കുന്നുണ്ടാവുക. പിന്നീട് അതിൽ നിന്നാണ് നമ്മളൊരു പ്ലാനിങ്ങിലേക്ക് മാറി ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയണത്. പക്ഷെ ഒരു ഓർഗനൈസ് ആക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ടാസ്ക് എങ്ങനെയാണ്, ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തിരിച്ചൊക്കെ എടുക്കണം എന്നുള്ളത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ബ്രെയിൻ ഡംപ് ചെയ്ത് അത് വളരെ റാൻഡമായിട്ട് എഴുതി അതിൽ നിന്ന് കൗണ്ടബിൾ ആയിട്ടുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ അവിടെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സെയിം സംഭവത്തിൽ തന്നെ നമ്മൾ ഭയങ്കര ആസ്തെറ്റിക്സ് എന്നുള്ള ഒരു വാക്കിനെ പറയല്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കളർ വേണം, ആ കളർ വേണം. വീണ്ടും നമ്മളിങ്ങനെ ഡിസിഷൻസ് ഇങ്ങനെ എടുത്തെടുത്ത് ലിറ്ററലി അത്ര ആവശ്യമുള്ള ഡിസിഷൻസ് ആണോ നമ്മൾ തന്നെ ആലോചിച്ചാൽ പലപ്പോഴും വേണ്ടുള്ളതായിരിക്കില്ല. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ പലതരം ആൾക്കാരുണ്ട്, പലർക്കും പലതാണ് വർക്കാവുക. അത് നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ ആണെങ്കിലും ഏതൊരു വീഡിയോ ആണെങ്കിലും കാണാനായിട്ട്. ഞാൻ പറയുന്നത് എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും ഒരു കുറച്ചും കൂടെ വർഷങ്ങളൊക്കെ തീരുമ്പോൾ ചിലപ്പോൾ മാറും. അടുത്തൊരു പുതിയൊരു ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. സോ ഇതും മാറുന്നതാണ്. പ്ലാനറിലെ ഈ ആക്ഷനബിൾ സ്റ്റെപ്സ് നമ്മൾ ഈ ഒരു ബുക്കിൽ മാത്രമാണ് ഒതുക്കുക, ഒരിക്കലും അല്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നോക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ബുക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് എന്ത് ആവശ്യം വരും? ഫോൺ ആവശ്യം വരും. അതായത് നമ്മൾ കൂടുതലും ഫോണെന്നല്ല, പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു മിനി നോട്ട്ബുക്ക് അങ്ങനത്തെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പലരുടെയും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കയ്യിലുള്ള സംഭവം എന്താ? ഫോണാണ്. അപ്പോൾ പിന്നെ ഒരു റിമൈൻഡറൊക്കെ വെക്കാന്നൊക്കെ പറയുന്നത്, നമുക്ക് റിമൈൻഡർ വെക്കാൻ ബുക്കിൽ പറ്റുമോ? പറ്റില്ല. ഫിസിക്കലായിട്ട് ഇതിൽ പറ്റില്ല. പക്ഷെ അതിന് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഫോണിലുള്ളതുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് ഈ പറയുന്ന പ്ലാനേഴ്സ് ഉള്ളതാണ്. അപ്പം അങ്ങനെയും യൂസ് ചെയ്യാം. ഡിജിറ്റൽ പ്ലാനേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതൊരു ബുക്ക് തന്നെ എടുക്കുന്നതാണ്, ഫിസിക്കലായിട്ടൊരു ബുക്ക് തന്നെ എടുക്കുന്നതാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിന് ബാക്കി പല സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള ആ ഒരു പിടുത്തം ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനറും കൂടെ ആണെങ്കിൽ ഡിസ്ട്രാക്ഷനൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാനറും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട. ഐ തോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന്. ഈ മെസ്സി എന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെ എന്ത് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇതിൽ പല രീതിക്കും കുറേ പേജസൊക്കെ വിട്ടു പോയിട്ടുള്ള അങ്ങനെ ഉണ്ടാവും. ചിലതിലൊക്കെ ഒരുപാടായിട്ട് എഴുതിയിട്ടുണ്ടാവും. എക്സാമ്പിൾ ഈ ഒരു പേജൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിരിക്കും. എന്നാൽ ഇത് കുഴപ്പമില്ലാണ്ട് എഴുതാനും പറ്റും. പക്ഷെ അതിനുള്ള അത്രയും എഫേർട്ട് ഇതിനു വേണ്ടി എടുക്കേണ്ട സംഭവമില്ല. കാരണം നമുക്ക് മനസ്സിലായാൽ മതി. ഇതിപ്പോൾ ആർക്കെങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. യെസ്, ഇറ്റ് ഈസ് റിയലി മെസ്സി. പക്ഷേ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഹോൾ സ്റ്റോറി എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് പറഞ്ഞിട്ടെ, നമ്മളെപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. റാദർ ദാൻ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കേണ്ടത് ചില ചെറിയ ചെറിയ സിമ്പിൾ ഹാബിറ്റ്സ് ആയിരിക്കും. യു ഹേർഡ് മീ റൈറ്റ്. ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതിന് ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഹാബിറ്റ്സ് ഉണ്ടാക്കി സിമ്പിൾ ഹാബിറ്റ്സിൽ നിന്ന് തുടങ്ങി വേണം എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഒരു സിമ്പിൾ ഫങ്ഷണൽ ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സും കളേഴ്സും അങ്ങനെയൊക്കെ ഇതാക്കി കുറച്ചും കൂടെ ടൈം അതിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ വൈ വി ആർ തിങ്കിങ് ദാറ്റ് അത് വർക്കാവും. ജസ്റ്റ് സിമ്പിൾ മാത്ത്, റൈറ്റ്? അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ദ ഹോൾ തിങ്. റാദർ ദാൻ ജസ്റ്റ് ടെല്ലിങ് യു ഒരു പ്ലാനർ ഇങ്ങനെയാണ്, അതിലും ഞാൻ കുറച്ചും കൂടെ ഐഡിയാസ് തരാനാണ് നോക്കിയിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് കെയിം ഔട്ട് വെൽ, റൈറ്റ്? അപ്പോൾ ഓക്കെ, ബൈ.